സർവാധിപൻ വിധിയില്ലാതൊരണവും അല്പം കൂടെ ചലിക്കുകയില്ല എന്നുള്ളത് സത്യമതത്രേ. വല്ലഭനാം സുബ്ഹാനവനല്ലാഹു. അണ്ടം ഭൂമി നിലാവുടു സൂര്യനും ഗിരിസാഗരവും സൃഷ്ടിച്ചവനല്ലാഹു. സർവാധിപൻ വിധിയില്ലാതൊരണവും അല്പം കൂടെ ചലിക്കുകയില്ല എന്നുള്ളത് സത്യമതത്രേ. വല്ലഭനാം സുബ്ഹാനവനല്ലാഹു. പണ്ടൻ പടച്ച ഈ ഭൂമിയിൽ മനുഷ്യ സമുദായം പാടേ മാറുന്നന്തത മൃഗസമമായ കാലം. പണ്ടൻ പടച്ച ഈ ഭൂമിയിൽ മനുഷ്യ സമുദായം പാടേ മാറുന്നന്തത മൃഗസമമായ കാലം. ഉണ്ടായ അറേബ്യയിൽ മക്കയിൽ നിന്നൊരു മണിദീപം ഖൈറുൽ വറാമുത്ത് മുസ്തഫ തങ്ങളെ ഉപദേശം. ഉണ്ടായ അറേബ്യയിൽ മക്കയിൽ നിന്നൊരു മണിദീപം ഖൈറുൽ വറാമുത്ത് മുസ്തഫ തങ്ങളെ ഉപദേശം. അണ്ടം ഭൂമി നിലാവോട് സൂര്യനും ഗിരിസാഗരവും സൃഷ്ടിച്ചവനല്ലാഹു. സർവാധിപൻ വിധിയില്ലാതൊരണവും അല്പം കൂടെ ചലിക്കുകയില്ല എന്നുള്ളത് സത്യമതത്രേ. വല്ലഭനാം സുബ്ഹാനവനല്ലാഹു. എങ്ങെങ്ങും ഒളിത്തൂകി ഭംഗി നിറഞ്ഞ പ്രബോധന ദൗത്യം. എപ്പോഴും മത്തീരിൽ വഴി തെളിക്കാനുള്ള ജ്ഞാനം എനിക്ക്. എങ്ങും ഒളിതൂകി ഭംഗി നിറഞ്ഞ പ്രബോധന ദൗത്യം. എപ്പോഴും മർത്യരിൽ വഴി തെളിക്കാനുള്ള ജ്ഞാനമെനിക്ക്. ഏകിടണം അബ്ദുർ റസാഖിൽ ഏവം തന്തരുളേണ ഫലായി. ഏകിടണം അബ്ദുർ റസാഖിൽ ഏവം തന്തരുളേണ ഫലായി. ഏകിടണം അബ്ദുർ റസാഖില്ലേവം തന്നരുളേണ ഫലായിൽ. ഏകിടണം അബ്ദുർ റസാഖില്ലേവം തന്നരുളേണ ഫലായിൽ. അണ്ടം ഭൂമി നിലാവോട് സൂര്യനും ഗിരിസാഗരവും സൃഷ്ടിച്ചവനല്ലാഹു. സർവാധിപൻ വിധിയില്ലാതൊരണവും അല്പം കൂടെ ചലിക്കുകയില്ല എന്നുള്ളത് സത്യമതത്രേ. വല്ലഭനാം സുബ്ഹാനവനല്ലാഹു. അണ്ടം ഭൂമി നിലാവോട് സൂര്യനും ഗിരിസാഗരവും സൃഷ്ടിച്ചവനല്ലാഹു. സർവാധിപൻ വിധിയില്ലാതൊരണവും അല്പം കൂടെ ചലിക്കുകയില്ല എന്നുള്ളത് സത്യമതത്രേ. വല്ലഭനാം സുബ്ഹാനവനല്ലാഹു. സർവാധിനാഥനായ അല്ലാഹുവിന് സ്തുതി. സഹൃദയരായ സഹോദരി സഹോദരങ്ങൾക്ക് ഹൃദയംഗമായ അഭിവാദനങ്ങൾ. പ്രവാചക പുങ്കവനായ രാജാധിരാജനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ ജീവിതകാലത്തിലെ രണ്ടാം ഘട്ടത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇതിനു മുമ്പ് അവതരിപ്പിച്ച കാസറ്റിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം വരെയുള്ള സംഭവ പരമ്പരകൾ നിങ്ങൾ കേട്ടുകഴിഞ്ഞു. നബിയുടെ ശൈശവകാലം ആരംഭിക്കുകയാണ്. മുലയൂട്ടാൻ ഹുനൈനിയ നാട്ടിനെ റാഹത്തില്ലാതെ വറം കൊണ്ട കാരണത്താൽ രാജ്യം വിട്ടും
മുതുകത്താൽ മാറില്ലാണച്ചും കൊണ്ടേ. വേണ്ട വേണ്ടെന്ന പോലെ പൈതൽ കാരം തട്ടി നിറകൂജം കുടിക്കാതെ ലംഘിച്ചു. വേഗത്തിൽ മറുമൂല കാട്ടി ഹലിമാവി വിനയത്തിൽ കുടിക്കാനാരംഭിച്ചു. റഹ്മത്തുൽ ആലമീനത്തു ദർശിച്ചുവിനായി മുലയൂട്ടാൻ ഹുനൈനിയ നാട്ടിനെ. റാഹത്തില്ലാതെ വരം കൊണ്ട കാരണത്താൽ രാജ്യം വിട്ടും മുൾഖുറ തന്നിലേ. AD 570 ഏപ്രിൽ മാസം 21 തീയതിയാണല്ലോ പ്രവാചകൻ ജനിച്ചത്. ആ കാലഘട്ടങ്ങളിൽ അറബി സമൂഹങ്ങളിൽ ഒരു സാമൂഹ്യ സംസ്കാരം നിലനിന്നിരുന്നു. ആഭിജാത്യവും തറവാടിത്വവുമുള്ള അറബി ഭവനങ്ങളിൽ നവജാത ശിശുക്കളെ വളർത്തുവാനും മുലയൂട്ടുവാനും വളർത്തമ്മമാരെ ഏൽപ്പിക്കുമായിരുന്നു. പ്രസവാനന്തരം 7 ദിവസത്തെ ചില ചടങ്ങുകളുണ്ട്. അത് കഴിഞ്ഞാണ് ശിശുക്കളെ മുലയൂട്ടാൻ ഏൽപ്പിക്കുന്നത്. ആദ്യമായി പ്രവാചകനെ മുലയൂട്ടുന്നത് ദുബൈബത്തുൽ അസ്ലമിയ എന്ന സ്ത്രീയായിരുന്നു. പിന്നീട് സ്ഥിരമായി മുലയൂട്ടുന്നതിന് വളർത്തുമ്മയെ അന്വേഷണം തുടങ്ങി. സാധാരണ ബനു സൗദ് ഗോത്രത്തിലെ ഉമ്മമാരാണ് ഈ ഏർപ്പാട് ചെയ്യുന്നത്. ബനു സൗദ് ഗോത്രത്തിലെ ധാരാളം സ്ത്രീകൾ വന്നുവെങ്കിലും അനാഥനായ നബിയെ സ്വീകരിക്കുവാൻ അവരാരും തന്നെ തയ്യാറായില്ല. കാരണം വിചാരിക്കുന്നത് പോലുള്ള പ്രതിഫലം കിട്ടുകയില്ലെന്ന് അവർക്കറിയാം. ഒടുവിൽ ബനു സൗദ് ഗോത്രത്തിലെ തന്നെ ഹലീമ എന്ന സ്ത്രീയെയാണ് കുട്ടിക്ക് മുലയൂട്ടാൻ നിയോഗിച്ചത്. ഹലീമ വളരെ ശോഷിച്ചും ആരോഗ്യഹീനയുമായിരുന്നു. മാത്രവുമല്ല സാമ്പത്തിക പരാജിതയുമായിരുന്നു. ആദ്യം അനാഥനെ സ്വീകരിക്കാൻ മടിച്ചെങ്കിലും പിന്നീട് ഹലീമ തുറന്ന മനസ്സോടെ കുട്ടിയെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണുണ്ടായത്. അങ്ങനെ കുട്ടിയെ വാരിപ്പുണർന്നുകൊണ്ട് മുല കൊടുത്തു. കുട്ടി മുല കൊടുക്കുവാൻ വിസമ്മതിച്ചെങ്കിലും മറ്റൊരു മുല വീണ്ടും കൊടുത്തു നോക്കി. കുട്ടി ആ മുല ആകുന്നിടത്തോളം നുകർന്നു. ആദ്യത്തെ മുലയിൽ നിന്നും പാൽ ചുരത്തുന്നില്ലെന്ന് കുട്ടിക്ക് ബോധ്യമായിട്ടുണ്ടാകാം. എല്ലാവരും അത്ഭുത പരതന്ത്രരായി. ഹലീമയ്ക്കും കാര്യം മനസ്സിലായി. കുട്ടി സാധാരണക്കാരനല്ലെന്ന് തന്നെ ബോധ്യമായി. ഇത് കണ്ടിരുന്ന അബ്ദുൽ മുത്തലിബ് ഹലീമയോട് പറയുകയാണ്, കണ്ടതും അബ്ദുൽ മുത്തലിബ് കാര്യം പറഞ്ഞു, കഴിവില്ലാതൊരു സാധു കുടുംബമാണറിഞ്ഞു. കണ്ടതും അബ്ദുൽ മുത്തലിബ് കാര്യം പറഞ്ഞു, കഴിവില്ലാതൊരു സാധു കുടുംബമാണറിഞ്ഞു. ഉണ്ടായിരുന്ന പിതാവിൽ ഹവാസം വെടിഞ്ഞു, ഉള്ളോരിൽ പലരെയും സഹായങ്ങൾ കുറഞ്ഞു. പാരിതോഷികം തരാനി പാരിലാരുമില്ല മോളെ. കണ്ടതും അബ്ദുൽ മുത്തലിബ് കാര്യം പറഞ്ഞു, കഴിവില്ലാതൊരു സാധു കുടുംബമാണറിഞ്ഞു. അത് കേട്ട് ഹലീമ തൻ മാരൻ ഹരീതിന്റെ ആനനം നിരാശയാൽ നോക്കുമ്പോൾ ആമിന ഉടൻ തന്നെ വീണ്ടും മുരയുന്നു, ആശിച്ച ഫലം തരാനാളില്ല. ശുഭമാണെന്നുള്ളിൽ ധരിച്ചോ നീ ഹലീമത്തെ, സുഹൃതം വന്നതും കൈവിടേണ്ട നീ. സൂക്ഷിച്ചു പുതുചന്ദ്രനെ നീ മാനിച്ചെങ്കിൽ വീക്ഷിക്കുന്നതിൽ ഫലമേറുമേ. വിധിയെന്തെന്നറിയില്ല ശിശു യത്തീമാകുന്നു, വിനയത്തിൽ ഹലീമ നീ വളർത്തേണ്ടതാകുന്നു. ഉലകെല്ലാം പ്രകാശത്തെ തരും വിളക്കാകുന്നു, ഉദരത്തിൽ വളർന്നപ്പോൾ ശയനത്തിൽ അറിഞ്ഞു. അമ്പിയാക്കൾ സകലം വന്നെമ്പി എന്നോടുറക്കത്തിൽ, കണ്ടതും അബ്ദുൽ മുത്തലിബ് കാര്യം പറഞ്ഞു, കഴിവില്ലാതൊരു സാധു കുടുംബമാണറിഞ്ഞു. ഹലീമ, നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള പ്രതിഫലം ഒരുപക്ഷെ ഞങ്ങളിൽ നിന്ന് ലഭിച്ചേക്കില്ല. അത് പ്രത്യേകം പറയേണ്ടതുണ്ട്. പക്ഷേ അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന റഹ്മത്ത് അസാധാരണമായിരിക്കും. അമൂല്യമായ ആ ബർക്കത്തും റഹ്മത്തും നിങ്ങൾക്ക് താമസം വിന ബോധ്യമാകും. കുട്ടിയെ കൊണ്ടുപോയി നിങ്ങൾ സൂക്ഷിച്ചു വളർത്തുക. നിങ്ങൾ നിരാശപ്പെടേണ്ട. അഭിമാനത്തോടെ കൊണ്ട് പോറ്റണം. അളവറ്റ് ബർക്കത്തും
അകമായി വിശപ്പിരുപേരും നിങ്ങൾ സഹിച്ചു. അകലെന്ന് പരിഹാരം നേടാനായി തിരിച്ചു. അഹദായൻ വിധി ഇതെന്നുള്ളിൽ നന്നായി ഉറച്ചു. നല്ല നീയത്തോടെ മുല്ല പൈതലെ വളർത്തു കുഞ്ഞെ, അവിയതും ഹരിയിൽ പൊതിഞ്ഞ സുതനെ നീ അഭിമാനത്തോടെ കൊണ്ട് പോറ്റണം. അളവറ്റ ബർക്കത്തുണ്ടാകും ദൈനംദിനം ഐശ്വര്യ പ്രതീകമാണോർക്കണം. അങ്ങനെ ഭർത്താവായ ഹാരിസിനോടൊപ്പം കുട്ടിയെ വെള്ള പട്ടുപുടവയിൽ പൊതിഞ്ഞ് ഒരു ഒട്ടകപ്പുറത്ത് കയറി പുറപ്പെട്ടു. കുട്ടിയെയും കൂട്ടി മരുഭൂമിയിലേക്ക് എത്തിയപ്പോൾ ഹലീമയ്ക്ക് ഇതിനു മുമ്പുണ്ടാകാത്ത വിധമുള്ള ഒരു സന്തോഷവും സംതൃപ്തിയുമാണ് അനുഭവപ്പെട്ടത്. പാലില്ലാതെ വറ്റി വരണ്ടിരുന്ന തന്റെ ഒരു മുലയിൽ അത്യധികം പാൽ ചുരത്തുകയും ദൈനംദിനമെന്നോണം ആരോഗ്യവും ശരീരപുഷ്ടിയും ലഭിക്കുകയും ചെയ്തു. മാത്രമല്ല, ഐശ്വര്യ സമ്പൽ സമൃദ്ധമായ ജീവിതക്രമമായിരുന്നു പിന്നീട് അവർക്കുണ്ടായത്. ഹലീമയുടെ വളർത്തുമൃഗങ്ങൾ തടിച്ചു കൊഴുക്കുകയും പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ഉണ്ടായി. എല്ലാറ്റിലും അള്ളാഹുവിന്റെ അളവറ്റ അനുഗ്രഹങ്ങൾ വർഷിച്ചു. ഹലീമയുടെ മുല നുകർന്നു മഹത്തായ മരുഭൂമി ജീവിതവും അവിടുത്തെ അന്തരീക്ഷവായുവിന്റെ പരിശുദ്ധിയും കുട്ടിയുടെ വളർച്ചയ്ക്ക് വളമേകി. സ്വഭാവ സംസ്കരണത്തിലും ശരീരഘടന ഭദ്രമാക്കുന്നതിനും മണലാരണ്യ ജീവിതം മുഖ്യ പങ്ക് വഹിച്ചു. 2 വയസ്സ് പ്രായമായപ്പോൾ കുട്ടിയെ ഹലീമ സ്വന്തം മാതാവായ ആമിനയുടെ അടുക്കിലേക്ക് കൊണ്ടുപോയി. കുട്ടിയെ കണ്ട് സന്തോഷിച്ച ആമിന വീണ്ടും ഹലീമയെ തന്നെ കുട്ടിയെ ഏൽപ്പിച്ചു. ഹലീമ വീണ്ടും മരുഭൂമിയിലേക്ക് മടങ്ങി. അങ്ങനെ സ്വച്ഛവും സ്വതന്ത്രവുമായ അന്തരീക്ഷത്തിൽ ശാരീരികമോ മാനസികമോ ആയ ബന്ധങ്ങൾ അറിയാതെ ആ ശിശു വളരുകയായിരുന്നു. പാലും ഹലീമബി വളർത്തുന്ന മുഹമ്മദ്, പരിശുദ്ധ ശിശുവിന്റെ ചുറുചുറുക്കും നല്ല പനിമതിലഴകേറും അതിശയമേ അതിശയമേ. പാലും ഹലീമബി വളർത്തുന്ന മുഹമ്മദ്, പരിശുദ്ധ ശിശുവിന്റെ ചുറുചുറുക്കും നല്ല പനിമതിലഴകേറും അതിശയമേ അതിശയമേ. ചെലുത്ത ശിശു നാട്ടിൽ സകലത്തും മണിദീപം, ചെഞ്ചുണ്ടും മുഖം മുക്കും അതികൗതുകം. ഇന്നും ചെൽവക്കുഞ്ഞിനെ സ്നേഹിച്ചിടുന്നെല്ലാരും സ്നേഹിച്ചിടുന്നെല്ലാരും. മാലും മറ്റനവധി ബറക്കത്തും ലഭിച്ചെന്ന് മാനിനി ഹലീമത്തെ മനസ്സിലേറെ സുഹൃതം. മുഹമ്മദാം ശിശുവിന്റെ വരവിനാലേ വരവിനാലേ. പാലും ഹലീമബി വളർത്തുന്ന മുഹമ്മദ്, പരിശുദ്ധ ശിശുവിന്റെ ചുറുചുറുക്കും നല്ല പനിമതിലഴകേറും അതിശയമേ അതിശയമേ. കുട്ടിക്ക് 3 വയസ്സ് പ്രായമായി. ഒരു ദിവസം ഒരു സംഭവമുണ്ടായി. ഹലീമയുടെ വസതിക്ക് സമീപം മറ്റു കുട്ടികളോടൊപ്പം വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ശുഭവസ്ത്രമണിഞ്ഞ 2 പേർ പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവർ മുഹമ്മദ് എന്ന കുട്ടിയെ പിടിച്ച് മലർത്തി കിടത്തി വയർ പിളർന്ന് എന്തോ എടുത്തിട്ട് പോവുകയും ചെയ്തു. കൂടെയുണ്ടായിരുന്ന മറ്റു കുട്ടികൾ ഒന്നും അറിയാതെ ഭയചകിതരായി ഓടി. വിവരമറിഞ്ഞ ഹലീമ വളരെ വിഷാദവതിയായി. എന്തെങ്കിലും കുട്ടിക്ക് സംഭവിക്കുമോ, കുട്ടിയുടെ മാതാവിനെ ഏൽപ്പിച്ചാലോ എന്നൊക്കെയായി അവരുടെ ചിന്തകൾ. മണലാരണ്യത്തിന്റെ തുറന്ന അന്തരീക്ഷത്തിൽ നിന്ന് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സ്വാശ്രയത്തിന്റെയും ചൈതന്യം ആവാഹിച്ചുകൊണ്ട് ആ കുട്ടി 5 വയസ്സുവരെ ബനൂ സായിദിൽ വളർന്നു. അതുമൂലം ശുദ്ധ അറബി ഭാഷ പഠിക്കുവാനിടയായി. കുട്ടിയുടെ ത്വരിതമായ വളർച്ച എല്ലാവരെയും അത്ഭുത പരതന്ത്രരാക്കി. ബുദ്ധിവൈഭവം, സ്വഭാവഗുണം, ശരീരപ്രകൃതം, സൗന്ദര്യബോധം എന്നുവേണ്ട എല്ലാം ഉത്തരോത്തരം വളരുകയാണ്. പരിമളം തൂകുന്ന മുല്ലമലരാണ്, പാരെങ്കും മോനിക്കും ഓമന പേരാണ്. പരിമളം തൂകുന്ന മുല്ലമലരാണ്, പാരെങ്കും മാനിക്കും ഓമന
മുറച്ചിരിയാണ്. പരിമളം തൂകുന്ന മുല്ലമലരാണ്. പാഴങ്ങും മാനിക്കും ഓമന പേരാണ്. വിരിയുന്ന റോസപ്പൂ പോലെ മുഖമാണ്. വിത്തപ്രമാണികൾ വീക്ഷിക്കും മുത്താണ്. നബിക്ക് 5 വയസ്സ് തികഞ്ഞപ്പോൾ ഹലീമ ബീവി കുട്ടിയുടെ സംരക്ഷണം സ്വന്തം മാതാവായ ആമിനയുടെയും പിതാമഹനായ അബ്ദുൽ മുത്തലിബിന്റെയും ചുമതലയിൽ തന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞിരുന്നു. ആമിന അപ്പോൾ നൽകിയ പ്രതിഫലം സന്തോഷത്തോടെ വാങ്ങിക്കൊണ്ട് ഹലീമ സ്വവസതിയിലേക്ക് യാത്രയായി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമിനയുടെ പൂർണ്ണ സംരക്ഷണത്തിലായി. സരസമായ സംഭാഷണവും സൗമ്യതയുള്ള പെരുമാറ്റവും ആരെയും ആകർഷിക്കുവാൻ പോകുന്നതായിരുന്നു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിബിന്റെ നിർദ്ദേശപ്രകാരം ആമിനയുടെ ബന്ധുമിത്രാദികളെ കാണാനും പുത്രനെ സ്വന്തം സഹോദരങ്ങളെ പരിചയപ്പെടുത്തുവാനും പുത്രനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടി മദീനയിലേക്ക് ഒരു യാത്ര പുറപ്പെട്ടു. മദീനത്തെ നോക്കിക്കൊണ്ട് ഉല്ലാസ പുറപ്പാടായി മകനുമൊത്ത്. മദീനത്തെ നോക്കിക്കൊണ്ട് ഉല്ലാസ പുറപ്പാടായി മകനുമൊത്ത്. താരം ആമിനാവുന്നു ഐമനും മകനൊത്ത്. തവറാതോട്ടകം മേലെ പുറപ്പെട്ടന്നേ. താരം ആമിനാവും ഐമനും മകനൊത്ത്. തവറതോട്ടകം മേലെ പുറപ്പെട്ടന്നേ. ഊരും വീട്ടാമിനാവി മദീനത്തെ നോക്കിക്കൊണ്ട് ഉല്ലാസ പുറപ്പാടായി മകനുമൊത്ത്. മാറിപ്പോയി മദീനയിൽ സഹോദരന്മാരെ കണ്ട് ഭവനത്തിൽ തിരിച്ചങ്ങ് വരും വഴിയിൽ. തിരിശപ്പെട്ടുള്ള മാരൻ അബ്ദുള്ള തൻ ഖബറിങ്കിൽ ഫഹ്മോടെ സിയാറത്തും നടത്തിയെന്നേ. ഊരും വീട്ടാമിനാവി മദീനത്തെ നോക്കിക്കൊണ്ട് ഉല്ലാസ പുറപ്പാടായി മകനുമൊത്ത്. താരം ആമിനാവും ഐമനും മകനൊത്ത്. തവറതോട്ടകം മേലെ പുറപ്പെട്ടന്നേ. ആ യാത്രാമധ്യേ തന്റെ പ്രിയതമന്റെ ഖബർ സന്ദർശിക്കുകയും സിയാറത്ത് നടത്തുകയും ചെയ്തു. അപ്പോഴാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം കാണുന്നത്. ആമിനയും പുത്രനും ബന്ധുമിത്രാദികളോടൊപ്പം ഏതാണ്ട് 1 മാസക്കാലത്തോളം അവിടെ കഴിഞ്ഞുകൂടി. അതിനുശേഷം മദീനയിലേക്ക് വന്ന ഒട്ടകപ്പുറത്ത് തന്നെ അവർ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു. അന്നയാമാമീനായും മകനും തഞ്ചാടിമേയും അടിവച്ചോട്ടകം മേലെ വരും വഴി. അന്നയാമാമിനായും മകനും തന്റെ അടിമയും അടിവച്ചോട്ടകം മേലെ വരും വഴിയിൽ. മന്നവൻ വിധിയാകാം അപവായ സ്ഥലം എത്തി. മാനിനി ആമീനയ്ക്ക് കിലശം വന്നേ. മന്നവൻ വിധിയാകാം അപവായ സ്ഥലം എത്തി. മാനിനി ആമീനയ്ക്ക് കിലശം വന്നേ. അന്നയാമാമീനയും മകനും തഞ്ചാടിമേയും അടിവച്ചോട്ടകം മേലെ വരും വഴിയിൽ. ആനീലം തന്നിൽ വീണു ആമീനായും മൗത്തായി.
വഴിമധ്യേ ആമിന രോഗഗ്രസ്തയാകുകയും അബവ എന്ന സ്ഥലത്ത് വെച്ച് മരണപ്പെടുകയും ചെയ്തു. ഖബറടക്കവും അവിടെ തന്നെ നിർവഹിച്ചു. കൂട്ടത്തിലുണ്ടായിരുന്ന ഉമ്മു ഐമിൻ എന്ന അടിമ സ്ത്രീ വളരെ വിഷാദത്തിലായി. കൂടിക്കൂടി വരുന്ന ഏകാന്തതയുടെയും നിസ്സഹായതയുടെയും രൂക്ഷമായ വേദന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുദ്ധ മനസ്സിൽ എരിഞ്ഞു പുകഞ്ഞുകൊണ്ടിരുന്നു. തനിക്കേറ്റ ആഘാത ദുഃഖത്താൽ തേങ്ങിക്കരയുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സാന്ത്വനപ്പെടുത്തിയും സമാധാനിപ്പിച്ചും ഉമ്മു ഐമിൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മേന്തി മക്കയിലേക്ക് തിരിച്ചു. ഈ വാർത്ത അബ്ദുൽ മുത്തലിബിന്റെ കർണപുടങ്ങളിൽ തറഞ്ഞപ്പോൾ ആ വന്യവയോധികൻ ഞെട്ടിത്തെറിച്ചുപോയി. അദ്ദേഹം ദുഃഖത്തിന്റെ അന്തമറ്റ കയത്തിൽ മുങ്ങി. എന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുള്ള മരണപ്പെട്ടു. ആ ദുഃഖം മനസ്സിൽ നിന്നും മാഞ്ഞു പോകും മുമ്പ് പുത്രന്റെ സഹധർമ്മിണിയായ ആമിനെയും വേർപിരിഞ്ഞു. പ്രായപൂർത്തി പോലും ആകാത്ത പിഞ്ചു ബാലനെ അനാഥനാക്കി. പക്ഷേ സൃഷ്ടാവിന്റെ വിധിയെ തടയുവാൻ ആർക്കും സാധ്യമല്ലല്ലോ. അബ്ദുൽ മുത്തലിബിന്റെയും ആമിനയുടെയും കുടുംബാദികളും വേണ്ടപ്പെട്ടവരുമെല്ലാം ആമിനയുടെ ആകസ്മികമായ വേർപാടിൽ നിത്യദുഃഖിതരായി തീർന്നു. ദുഃഖഭാരത്താൽ അബ്ദുൽ മുത്തലിബ് സ്വയം ചിന്തയിലാണ്ടു. ദുഃഖഭാരം അബ്ദുൽ മുത്തലിബിനേറിയം നീ ദുർവിധി എന്നെ പിടിച്ചുള്ളം ഞെരുക്കിടും നീ. ദുഃഖഭാരം അബ്ദുൽ മുത്തലിബിനേറിയം നീ ദുർവിധി എന്നെ പിടിച്ചുള്ളം ഞെരുക്കിടും നീ. തക്കതായുള്ള വഴി ഞാനൊന്നും കാണുന്നില്ല. ധർമ്മരാജനോട് ഞാൻ കരഞ്ഞു ചൊല്ലിയെല്ലാം. തക്കതായുള്ള വഴി ഞാനൊന്നും കാണുന്നില്ല. ധർമ്മരാജനോട് ഞാൻ കരഞ്ഞു ചൊല്ലിയെല്ലാം. ദുഃഖഭാരം അബ്ദുൽ മുത്തലിബിനേറിയം നീ ദുർവിധി എന്നെ പിടിച്ചുള്ളം ഞെരുക്കിടും നീ. ഈ സ്ഥിതിവിശേഷമാണ് അബ്ദുൽ മുത്തലിബിന് പേരക്കിടാവിനോടുള്ള വാത്സല്യത്തിന് ശക്തി കൂട്ടിയത്. അതോടൊപ്പം അനാഥത്വം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ ദുഃഖപൂർണമായ ഒരു സ്മരണയായി അവശേഷിച്ചു. നബിക്ക് 8 വയസ്സായപ്പോൾ ഏക അവലംബമായ പിതാമഹൻ അബ്ദുൽ മുത്തലിബും അന്ത്യയാത്ര പറഞ്ഞു. അദ്ദേഹത്തിന് അന്ന് 80 വയസ്സായിരുന്നു. തീർത്തും അനാഥനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തന്റെ പിതാമഹന്റെ വേർപാട് കനത്ത ആഘാതമായി തീർന്നു. കരഞ്ഞ കലങ്ങിയ കണ്ണുകളും വാടിത്തളർന്ന മുഖവും കണ്ട ഖുറൈശികൾ കുട്ടിയെ ഏറെ സമാധാനിപ്പിച്ചു. പിതൃവ്യനായ അബൂ ത്വാലിബിന്റെ പരിചരണത്തിലായിരുന്നു പിന്നീട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നത്. അബ്ദുൽ മുത്തലിബിനെ പോലെ തന്നെ അബൂ ത്വാലിബും കുട്ടിയെ വളരെയധികം സ്നേഹിച്ചു, വേണ്ട പരിചരണങ്ങൾ ചെയ്തു, ലാളിച്ചിരുന്നു. സ്വന്തം പുത്രനോടുള്ളതിനേക്കാൾ കൂടുതൽ വാത്സല്യം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുണ്ടാകുവാൻ കാരണമുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ ദൃശ്യമായിരുന്ന ബുദ്ധികൂർമ്മതയും നിഷ്കളങ്കതയും കുട്ടിയിൽ വളർന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം അബൂ ത്വാലിബിന് കച്ചവട സംഘത്തോടൊപ്പം ഷാമിലേക്ക് പോകേണ്ടി വന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അന്ന് 12 വയസ്സ് മാത്രം പ്രായം. മുഹമ്മദിനെയും കച്ചവട സംഘത്തിൽപ്പെടുത്തി. മരുഭൂമിയിലെ കപ്പലുകളെന്ന് അറിയപ്പെടുന്ന ഒട്ടകക്കൂട്ടം ചുട്ടുപഴുത്ത മരുഭൂമിയിലൂടെ മുന്നോട്ട് നീങ്ങി. മുത്തുമോനായ മുഹമ്മദ് മൊത്തബു ത്വാലിബ് പോകുന്നേ. വ്യാപാര സംഘം ചേർന്ന് മൂളിപ്പാട്ടും പാടിക്കൊണ്ട് മെല്ലെ നടക്കുന്നേ. മുത്തുമോനായ മുഹമ്മദ് മൊത്തബു താലിബ് പോകുന്നേ. വ്യാപാര സംഘം ചേർന്ന് മൂളിപ്പാട്ടും പാടിക്കൊണ്ട് മെല്ലെ നടക്കുന്നേ. ഉത്തമ നാടായ ഷാമിലേക്കുള്ള കച്ചവടക്കാരെ സകലം ഉന്മേഷത്തോടവരെല്ലാരും ആമോദത്തോടെ നടക്കുന്നേ. ഉത്തമ നാടായ ഷാമിലേക്കുള്ള കച്ചവടക്കാരെ സകലം ഉന്മേഷത്തോടവരെല്ലാരും ആമോദത്തോടെ നടക്കുന്നേ. മുത്തുമോനായ മുഹമ്മദ് മൊത്തബു താലിബ് പോകുന്നേ. വ്യാപാര സംഘം ചേർന്ന് മൂളിപ്പാട്ടും പാടിക്കൊണ്ട് മെല്ലെ നടക്കുന്നേ.
ഉത്തമ നാടായ ഷാമിലേക്കുള്ള കച്ചവടച്ചരക്കാണ്. സകലം ഉന്മേഷത്തോടവരെല്ലാരും ആമോദത്തോടെ നടക്കുന്നേ. ഷാമിന്റെ വടക്ക് ഭാഗത്തുള്ള ബുസ്ര എന്ന സ്ഥലത്തെത്തിയപ്പോൾ ബഹീറ എന്ന ഒരു ക്രൈസ്തവ പുരോഹിതൻ മുഹമ്മദ് എന്ന ചെറുപ്പക്കാരനെ കാണാനിടയായി. റസൂലിന്റെ ചുറുചുറുക്കും മുഖ തേജസ്സും നിഷ്കളങ്കതയുമെല്ലാം ഒറ്റ നോട്ടത്തിൽ ആ പുരോഹിതൻ മനസ്സിലാക്കി. അയാളുടെ മിഴികൾ കുട്ടിയുടെ ശരീരമാസകലം ഓടി നടന്നു. അയാൾക്ക് പല സംശയങ്ങളും ഉടലെടുത്തു. പുരാണ ക്രൈസ്തവ ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുള്ള പ്രവാചക ലക്ഷണങ്ങൾ ആ കുട്ടിയിൽ ദർശിച്ചിരുന്നു. ആ പുരോഹിതൻ അബൂ ത്വാലിബിനോട് പറഞ്ഞു, ഈ കുട്ടിയെ വളരെ സൂക്ഷിക്കണം. ഷാമിന്റെ ഉൾഭാഗങ്ങളിലേക്ക് ഒരിക്കലും കൊണ്ടുപോകരുത്. ജൂതന്മാർ കണ്ടുമുട്ടിയാൽ ജീവാപായം തന്നെ സംഭവിക്കും. ഈ യാത്രയിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൃഷ്ടികൾ പരപ്പാർന്ന മരുഭൂമിയിലേക്ക് പതറി നടന്നു. മരുഭൂമിയിൽ ചില സ്ഥലങ്ങളിൽ കാണുന്ന മരുപ്പച്ചകൾ, മൊട്ടക്കുന്നുകൾ, സമതല പ്രദേശങ്ങൾ എന്നുവേണ്ട തായിഫിലെ ഈന്തപ്പനത്തോട്ടങ്ങളും അവയുണർത്തുന്ന അനുഭൂതികളും ആ കുരുന്നു മനസ്സിൽ നുരയിട്ട് പൊന്തി. കൌമാരപ്രായമാണെങ്കിൽ പോലും റോമാ സാമ്രാജ്യങ്ങളെക്കുറിച്ചും റോമാ നിവാസികളെ സംബന്ധിച്ചുമുള്ള പല കേട്ടുകേഴ്വികളും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ടായിരുന്നു. ക്രൈസ്തവരെയും അവരുടെ വേദഗ്രന്ഥത്തെയും ജൂതന്മാരുടെ ശത്രുതയെയും പറ്റി പലരും പറഞ്ഞു കേട്ടിരുന്നു. അഗ്നിപൂജകരായ പേർഷ്യക്കാരുമായി നടക്കാൻ പോകുന്ന യുദ്ധത്തെക്കുറിച്ചുമെല്ലാം ഷാമിൽ വെച്ച് തന്നെ കേട്ടിരുന്നു. മഹത്തായ ദിവ്യ സന്ദേശത്തിന്റെ വാഹകനായി തീരാനുള്ള സജ്ജീകരണമെന്ന നിലയിൽ കുട്ടിയിൽ അങ്കുരിച്ച വിശാല വീക്ഷണവും തീക്ഷ്ണമായ ചിന്താശക്തിയും പലരെയും അന്ന് അത്ഭുതപ്പെടുത്തി. ഷാമിൽ പോകുന്ന കച്ചവടക്കാരൊത്ത് സന്തോഷിച്ച അബൂ ത്വാലിബും മുനത്ത് ആമോദത്തോടെ യാത്ര തുടരുന്നു. ആനന്ദത്തിൽ ബുസ്റായിൽ ചേരുന്നു. കണ്ട് ബഹീറ എന്നൊരു പണ്ഡിത പുരോഹിതനും കുട്ടി ബഹുസുന്ദരനിത് ആരുടെ മകനാണെന്നും പണ്ടേ ഇഞ്ചിലിൽ കണ്ടേ അന്ത്യനബി ഭാഗ്യം നിറഞ്ഞവനാകും എന്നയാളുടെ മൊഴി നോക്കിയ അബൂ ത്വാലിബ് പറയുന്നു, സൂക്ഷിച്ചിടുക എന്നേ. മണ്ടന്മാരുള്ള ഷാമിൻറുൾ പ്രദേശം മുല്ലപ്പൂമോനെ കൊണ്ടുപോയാൾ ദോഷം ഉണ്ടായിടും ക്ലേശം ഏറെ കൊണ്ടോർക്കണം. ഉത്തമനായ പൂമോനെ സൂക്ഷിക്കണം. പൂനം വരെ വന്നിടാതെ മോനെ രക്ഷിക്കണം. ഓർമ്മയെപ്പോഴും ഇത്താരത്തിലുണ്ടായിടണം. കേട്ടു ചിന്തിച്ചു വീണ്ടും യാത്രയായി പാട്ടുപാടിയവർ തായിഫ് വഴിയെ ഷാമിൽ ചെന്നു കഴിഞ്ഞേ. കച്ചവടത്തിൽ മൂല്യങ്ങളും നിറഞ്ഞേ. സൗമ്യശീലനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പിതൃവ്യനായ അബൂ ത്വാലിബിനോട് വളരെ ആദരവും ബഹുമാനവും കാട്ടിയിരുന്നു. അനുസരണാശീലം ആ ബാലന്റെ മുഖമുദ്രയായിരുന്നു. താൻ കാണുന്നതിലും കേൾക്കുന്നതിലും സംതൃപ്തനാകാതെ അബൂ ത്വാലിബിനോട് കൂടെ കൂടെ ചോദിക്കാറുണ്ടായിരുന്നു, സത്യം എവിടെയാണ്? സത്യം മനസ്സിലാക്കാനുള്ള മനസ്സിന്റെ ദാഹം ആ ബാലനെ സംബന്ധിച്ചിടത്തോളം തീക്ഷ്ണമായിരുന്നു. സമപ്രായക്കാരായ മറ്റു കുട്ടികളോടൊപ്പം ആ കുട്ടിയും വളരുകയാണ്. അതോടൊപ്പം ഏകാഗ്രതയോടുകൂടിയ ചിന്തകൾ, സദാസമയവും സംതൃപ്തമായ ജീവിതശൈലി. വിശുദ്ധ മാസങ്ങളിൽ അബൂ ത്വാലിബ് കുടുംബസമേതം ഒരു ഉല്ലാസയാത്ര നടത്തുക പതിവായിരുന്നു. ഉക്കാസ, ദുൽമജാസ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കായിരിക്കും യാത്ര. അവിടെ ഏതാനും ദിവസങ്ങളോളം താമസിക്കുകയും ചെയ്യും. അവിടെ അന്നത്തെ മാതാനുഷ്ഠാനങ്ങളുടെ ചില കലാകായിക പ്രകടനങ്ങളും കവിയരങ്ങുകളും എല്ലാം നടക്കാറുണ്ടായിരുന്നു. ശൃംഗാരം, ധീരത, പാരമ്പര്യം, ഔദാര്യം, ശ്രേഷ്ഠത, യുദ്ധങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന കവിതകൾ ആസ്വദിക്കും. പിന്നീട് അവ തന്റെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കും. സ്വകാര്യമായവ ഉൾക്കൊള്ളുകയും വേണ്ടാത്തത് തള്ളിക്കളയുകയും ചെയ്യും. അവിടെ നടന്നിരുന്ന പ്രസംഗങ്ങൾ ആ ബാലൻ സശ്രദ്ധം കേട്ടിരിക്കും. ഈസയുടെയും മൂസയുടെയും വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് അവർ പറയുന്നു. സത്യമെന്ന് അവർ വിശ്വസിച്ചിരുന്ന സിദ്ധാന്തങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു. മുഹമ്മദ് ആകട്ടെ അവ സ്വമനസ്സിന്റെ തുലാസിൽ തൂക്കി നോക്കും. തന്റെ സഹോദരങ്ങളായ അറബി ജനത ആദരിച്ചോമനിച്ചാരാധിച്ചിരുന്ന വിഗ്രഹങ്ങളെക്കാൾ മെച്ചമാണെന്ന് തോന്നും. എങ്കിലും പൂർണ്ണമായ സംതൃപ്തി അതിലും ദർശിച്ചിരുന്നില്ല. അന്യായം കണ്ടാൽ പൊറിക്കുന്നതല്ല, ആരോടും വിദ്വേഷമൊന്നുമില്ല.
വാശി വൈരാഗ്യങ്ങളാരോടുമില്ല. പുണ്യപ്രവാചകന്മാരുടെ എല്ലാം കഥകൾ അറിയുവാൻ ആവേശം നല്ല അന്യരും കൂട്ട് കുടുംബവുമെല്ലാം ആമോദമാത്സല്യം കാട്ടുന്നോനല്ല. അന്യായം കണ്ടാൽ പൊറുക്കുന്നതല്ല, ആരോടും വിദ്വേഷമൊന്നുമില്ല. വന്യവയോധ്യരെ നിന്ദിക്കുന്നില്ല, വാശി വൈരാഗ്യങ്ങളാരോടുമില്ല. ലോക ജനതയ്ക്ക് വേണ്ടി മോചനത്തിനായി ദിവ്യദൌത്യം പ്രബോധനം ചെയ്യാൻ സൃഷ്ടികർത്താവ് ആവശ്യപ്പെടുന്ന ഒരു മഹത്തായ സുദിനം അടുത്തടുത്ത് വരുന്നത് പോലെ തോന്നി തുടങ്ങി. ആ സുദിനത്തിന് സജ്ജമാകാൻ ഉതകുന്ന തരത്തിലുള്ള ജീവിതക്രമമായിരുന്നു മുന്നോട്ട് നയിച്ചത്. പിതൃവ്യൻ ഒന്നിച്ച് നടത്തിയിരുന്ന യാത്രകളിലൂടെ അറബി നാടിന്റെ സഞ്ചാരപഥങ്ങളും മണലാരണ്യങ്ങളുടെ പ്രകൃതി മാറ്റങ്ങളും എല്ലാം പരിചയപ്പെട്ടു. കുറേശ്ശെ അയോധനമുറകളും കായിക അഭ്യാസങ്ങളും വശത്താക്കി. ആദരണീയ മാസമെന്ന് ഖുറൈശികൾ കരുതിയിരുന്ന റജബ് മാസത്തിലായിരുന്നു ഫിജാർ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരുന്നത്. ആ യുദ്ധം വെറും നിന്ദ്യവും നീചവുമായിരുന്നു. കാരണം യുദ്ധം നിരോധിച്ച മാസങ്ങളിൽ ഒന്നായിരുന്നു റജബ്. ഫിജാർ യുദ്ധം അധികാര ദുർമോഹം മൂലമുണ്ടായതല്ല, സാമ്രാജ്യം വെട്ടിപ്പിടിക്കാനുമായിരുന്നില്ല. വെറും കച്ചവട പകയായിരുന്നു കാരണം. ഉക്കാസയിൽ നടക്കുന്ന മേളകളോടൊപ്പം വൻ കച്ചവടങ്ങളും ജനത്തിരക്കും അവിടെ അനുഭവപ്പെടാറുണ്ട്. അറബ് ലോകം മുഴുവനും അവിടേക്ക് തടിച്ചുകൂടും. ആ സന്ദർഭത്തിൽ എത്ര വിരോധികളാണെങ്കിൽ പോലും നിർഭയം എവിടെയും സഞ്ചരിക്കാം. എന്നാൽ നൂറ്റാണ്ടുകളായി അവർ പുലർത്തിയിരുന്ന ആ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഫിജാർ യുദ്ധം അരങ്ങേറിയത്. മക്കത്തെ ഉക്കാസ് എന്ന സ്ഥലത്തൊരു യുദ്ധം വന്നു. ഖുറൈശികൾ തമ്മിൽ തല്ലിയന്നേ. മാനവ രക്തം കൊണ്ട് കളിയാടാൻ തുനിഞ്ഞവർ മാരകായുധമെടുത്തന്നേ. മക്കത്തെ ഉക്കാസ് എന്ന സ്ഥലത്തൊരു യുദ്ധം വന്നു. ഖുറൈശികൾ തമ്മിൽ തല്ലിയന്നേ. മാനവ രക്തം കൊണ്ട് കളിയാടാൻ തുനിഞ്ഞവർ മാരകായുധമെടുത്തന്നേ. മക്കത്തെ ഉക്കാസ് എന്ന സ്ഥലത്തൊരു യുദ്ധം വന്നു. ഖുറൈശികൾ തമ്മിൽ തല്ലിയന്നേ. മാനവ രക്തം കൊണ്ട് കളിയാടാൻ തുനിഞ്ഞവർ മാരകായുധമെടുത്തന്നേ. ധാരാളം ഖുറൈശികൾ ഉള്ളവർ കള്ളും കൂടിച്ച് പള്ളമതൊള്ളെ നീറച്ച് ഇടിക്കട്ടയും കാടാരി ചാക്കിലും വാരി നീറച്ച് യോഗ്യത പോരുക്ക നൂറച്ച് പാറളവാളും കാളക്കത്തികളും ശേഖരിച്ച് കുത്തുമഞ്ചിത്ത മതിച്ച് പരമാരി വാളും വെട്ട് കത്തിയും ചാട്ടുളി ധരിച്ച് എത്തുമരക്തം തേജിച്ച് ഇത്തരം എത്തിര വജ്ര വടിവാളും വക്കത്തികൾ ഇത്തരം അത്തിരമേ പിടികൊടുവാളും പിശാചികൾ വില്ലുമേ കുന്തമ്മും പല്ലി ചില്ലുമേ ചാവണക്കല്ല് രണ്ടുപേർ കുറുവടി കുണ്ടവർ വളർവടി കുണ്ടുമ മുളർവടി തണ്ടുകൾ പലതരം. മക്കത്തെ ഉക്കാസ് എന്ന സ്ഥലത്തൊരു യുദ്ധം വന്നു. ഖുറൈശികൾ തമ്മിൽ തല്ലിയന്നേ. മാനവ രക്തം കൊണ്ട് കളിയാടാൻ തുനിഞ്ഞവർ മാരകായുധമെടുത്തന്നേ. കഥാപുരുഷനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ 16 വയസ്സ് പ്രായമുണ്ടായിരുന്നു അന്ന്. ഘോരമായ ആ യുദ്ധത്തിൽ ഒരു യോദ്ധാവിനെ പോലെ റസൂല് പങ്കെടുത്തു. ആയുധമുറകളും അഭ്യാസങ്ങളും അല്പാൽപമായി അഭ്യസിച്ചിരുന്നതിനാൽ ഒട്ടും പതറാതെ ധൈര്യം അവലംബിച്ച് മുന്നേറി. മക്കയും പരിസര പ്രദേശങ്ങളും ഇളക്കി മറിച്ചു. ആ പോരാട്ടം ഏതാണ്ട് 4 വർഷത്തോളം നിലനിന്നിരുന്നു. ഖുറൈശികളുടെ മുന്നിൽ മറ്റു ഗോത്രങ്ങൾ അടിയറ പറഞ്ഞു. കനത്ത നാശനഷ്ടങ്ങൾ അവർ സഹിക്കേണ്ടിയും വന്നു. സമരം ശാന്തമായി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധീരതയും ഉത്സാഹവും ദൃഢനിശ്ചയവും എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റി. അകാരണമായി ആരെയും ഉപദ്രവിക്കുന്ന സ്വഭാവമില്ല. നീതിയും സത്യവും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമൂല്യ സ്വഭാവമാണ്. പക്ഷേ അക്ഷരജ്ഞാനം റസൂലിന് കരസ്ഥമാക്കാൻ കഴിഞ്ഞിരുന്നില്ല. പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചും ജീവകാരുണ്യത്തെക്കുറിച്ചും അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. സത്യസന്ധമായ ജീവിതശൈലി മുറുകെ പിടിച്ചു തന്നെ മുന്നേറി. അക്കാരണത്താൽ മക്ക നിവാസികൾ അൽ അമീൻ അഥവാ വിശ്വസ്തൻ എന്ന പേര് വിളിക്കുവാൻ തുടങ്ങി. പ്രായം 10 മുന്തിയ ആയുധ ആയോധന പരിശീലനം ചെയ്തേ. ചിത്തമിലേറെ ധൈര്യം സകലം അഭ്യസിച്ചേ.
സദാ ഇപ്പോഴും സൽവഴി കാണുവാൻ അന്വേഷിക്കും നീ. മുത്തു നബിക്ക് പ്രായം 10 എന്ന് മുന്തിയായുധ ആയോധന പരിശീലനം ചെയ്തേ. സത്യവും നീതിയും ന്യായവും മുഹമ്മദ് അരിപ്പൊരുളാണ് എന്നത് അവിടുത്തെ മനുഷ്യരെല്ലാവർക്കും ഇത് അതിശയമാണ്. സത്യവും നീതിയും ന്യായവും മുഹമ്മദിൻ അരുമ്പൊരുളാണ് എന്നത് അവിടുത്തെ മനുഷ്യരെല്ലാവർക്കും ഇത് അതിശയമാണ്. മുത്ത് നബിക്ക് പ്രായം 10 എന്ന് മുന്തിയായുധ ആയോധന പരിശീലനം ചെയ്തേ. ചിന്തമിലേറെ ധൈര്യമിൽ സകലം അഭ്യസിച്ചേ മുഹമ്മദ്. ചിന്ത സദാ ഇപ്പോഴും സൽവഴി കാണുവാൻ അന്വേഷിക്കും നീ. യുവാവായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കാലികളെ മേയ്ക്കുന്നതിലും അഭിമാനവും സന്തോഷവും കണ്ടിരുന്നു. മുൻ പ്രവാചകന്മാരെല്ലാം കാലികളെ മേയിച്ചിരുന്ന കഥയും റസൂലിന് അറിയാമായിരിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടയവൃത്തിയിൽ താൽപര്യം ജനിച്ചത്. ദാവൂദ് അലൈഹിസലാം, മൂസ അലൈഹിസലാം, ഈസ അലൈഹിസലാം മുതൽ പേരെല്ലാം കാലികളെ മേയിച്ചിരുന്നു. പിന്നീട് അവരെല്ലാം പ്രവാചകന്മാരുമായി. അതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലികളെ മേയിക്കുന്ന കാര്യത്തിൽ ഏർപ്പെട്ടു. മക്കയുടെ പരിസര പ്രദേശങ്ങളിലുള്ള മരുപ്പച്ചകളിലും കുന്നിൻ ചരിവുകളിലും കാലിക്കൂട്ടങ്ങളുമായി സഞ്ചരിക്കുവാൻ തുടങ്ങി. ശുദ്ധമനസ്കനായ ആ യുവാവിന് ഏകാന്ത ചിന്തകൾ സംതൃപ്തിയേകി. ഭൗതിക സുഖം റസൂലിനെ സംബന്ധിച്ചിടത്തോളം അകലെയായിരുന്നു. സദാസമയവും ചിന്താകുലനായി കാണപ്പെട്ടിരുന്നു. പിതൃവ്യനായ അബൂ ത്വാലിബിന് സഹോദരപുത്രനെ വളരെ നല്ല നിലയിലാക്കി തീർക്കണമെന്ന് മോഹമുണ്ടായിരുന്നു. അതിന് എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. അബൂ ത്വാലിബ് അംഗസംഖ്യ കൂടുതലുള്ള ഒരു കുടുംബനാഥനാണ്. അത് കാരണം ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ധാരാളം പണം ആവശ്യമായിരുന്നു. ആടുമേയ്ക്കാൻ മരുപ്പച്ചയുള്ളിടങ്ങൾ നോക്കി നടന്നേ. അജക്കൂട്ടത്തെ നയിച്ചു ചെറു മേടികളും കടന്നേ. നടക്കും നേരം ഇടം വലവും കീഴുമെലും നോക്കും. നയനങ്ങളും മനസ്സും പല വഴികളിൽ സഞ്ചരിക്കും. ആടുമേയ്ക്കാൻ മരുപ്പച്ചയുള്ളിടങ്ങൾ നോക്കി നടന്നേ. അജക്കൂട്ടത്തെ നയിച്ചു ചെറു മേടുകളും കടന്നേ. കടക്കുമിത് സകലത്തെയും പടച്ച ശില്പിയാരാ. കലങ്ങി തെളിഞ്ഞുറപ്പിച്ചൊരു ഉടമസ്ഥനുണ്ടാവാം. വടിവുടയോർ ഭാസ്കരൻ പോയി മറയും മുമ്പേ പോകും. വനങ്ങളും പുൽമേടികളും മനസ്സിൽ കൊണ്ടെന്നോർക്കും. ആടുമയ്ക്കാൻ മരുപ്പച്ചയുള്ളിടങ്ങൾ നോക്കി നടന്നേ. അജക്കൂട്ടത്തെ നയിച്ചു ചെറുമേടുകളും കടന്നേ. നടക്കും നേരം ഇടമലവും കീഴുമേലും നോക്കും. നയനങ്ങളും മനസ്സും പല വഴികളിൽ സഞ്ചരിക്കും. മറ്റൊരു സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അംഗസംഖ്യ കൂടുതലുള്ള ഒരു കുടുംബത്തിന്റെ നാഥനായിരുന്നു അബൂ ത്വാലിബ്. അക്കാരണത്താൽ തന്നെ വളരെ സാമ്പത്തിക വൈഷമ്യങ്ങളും അനുഭവപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ചിന്ത മുഹമ്മദിനെ ഏതെങ്കിലും കച്ചവട സംഘത്തോടൊപ്പം അയക്കുകയോ വ്യാപാരത്തിൽ സ്വയം പര്യാപ്തത നേടത്തക്കവണ്ണം പ്രചോദനം കൊടുക്കുകയോ വേണം. കാര്യബോധവും സത്യസന്ധതയും മിടുക്കും പ്രായത്തിലുപരി ഇപ്പോൾ തന്നെയുണ്ട്. ആയോധന മുറകളും കായിക കലകളും പ്രായോഗികമായി തന്നെ പരിശീലിച്ചിട്ടുമുണ്ട്. മുഹമ്മദിന് ഭാവിയെ നേരിടാനുള്ള പരിശീലനം ഫിജാർ യുദ്ധം മുഖേന കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അബൂ ത്വാലിബിന്റെ അഭിപ്രായങ്ങളെ മുഹമ്മദ് മാനിച്ചിരുന്നുവെങ്കിലും സ്വച്ഛമായ ഏകാന്ത ജീവിതമായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അന്ധമായ ആഭിജാത്യത്തിന്റെ പേരിൽ പാവങ്ങളെയും അടിമകളെയും വെറുക്കപ്പെടുന്ന സമ്പന്നരായ ഗോത്രത്തലവന്മാരുടെ പെരുമാറ്റങ്ങളെ മാനസികമായി പ്രതിഷേധിച്ചിരുന്നു. ബഹുദൈവ വിശ്വാസികളെ ശക്തമായി എതിർത്തിരുന്നു.
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അന്ന് 25 വയസ്സ് തികഞ്ഞിരുന്നു. ഇനിയും കന്നുകാലികളെ മേയിച്ചു നടക്കുന്നതിൽ വലിയ പ്രയോജനമുണ്ടാകുമെന്ന് അബൂ ത്വാലിബിന് സംശയം തോന്നി. ആ സന്ദർഭത്തിലാണ് അറേബ്യയിൽ രത്നവ്യാപാരിയായ ഒരു സ്ത്രീ വ്യാപാരം ചെയ്യുന്നതിന് സത്യസന്ധനും സമർത്ഥനുമായ ഒരു യുവാവിനെ തിരയുന്നത്. വാണിജ്യയാത്രയ്ക്കായി ഖദീജ മനസ്സിലൊരുത്തമനായ സുഹൃത്തിനെ തേടിക്കഴിയും സുന്ദരരൂപൻ മുഹമ്മദിനെ കൂട്ടാൻ സേവകനായുള്ള മൈസറെ സന്ദേശമേകിക്കൊണ്ടാനയിക്കാൻ പക്കൾ ആജ്ഞ കൊടുക്കും. ഖുവൈലിദിന്റെ പുത്രിയായ ഖദീജ തന്റെ ഭൃത്യനായ മൈസറിനെ അബൂ ത്വാലിബിന്റെ ഭവനത്തിലേക്ക് മുഹമ്മദിനെ വിളിച്ചുകൊണ്ടുവരുവാൻ പറഞ്ഞയച്ചു. സന്തോഷവൃത്താന്തം ചെന്നേ പറഞ്ഞ അബൂ ത്വാലിബിനെ കണ്ടേ മൈസറും സങ്കൽപ്പമെല്ലാം പറഞ്ഞ അബൂ ത്വാലിബിൽ മൈസർ പിരിയും. ചെമ്മതി ശങ്കിക്കും സമ്മിൽ മുഹമ്മദെ ചെമ്മൈ വിളിച്ച അബൂ ത്വാലിബ് ചൈതന്യ യൗവനം പോകും മകനെ നീ കേൾക്കൻ്റെ ഉപദേശം സന്തോഷ വൃത്താന്തം ചെന്നേ പറഞ്ഞ അബൂ ത്വാലിബിനെ കണ്ടേ മൈസറും സങ്കൽപ്പമെല്ലാം പറഞ്ഞ അബൂ ത്വാലിബിൽ മൈസർ പിരിയും അബൂ ത്വാലിബ് മുഹമ്മദിനോട് എല്ലാ വിവരങ്ങളും ധരിപ്പിച്ചു. ഖദീജ എന്ന മഹദി ധനാഠ്യയാണ്, രത്നവ്യാപാരിയാണ്. അവർ കുലീനയും കുടുംബ മഹത്വമുള്ളവരാണ്. ഫിജാർ യുദ്ധത്തിലാണ് പിതാവും അവരുടെ ഭർത്താവും മരണപ്പെട്ടത്. അതുകൊണ്ട് എന്റെ അഭിപ്രായം നീ അംഗീകരിക്കണം. നീ ഇതുവരെ ചെയ്തിട്ടുള്ള കച്ചവടങ്ങളെക്കാൾ മഹത്തായതായിരിക്കും ഖദീജയുടെ രത്നവ്യാപാരം. നമ്മുടെ മുൻ തലമുറയെല്ലാം കച്ചവടക്കാരായിരുന്നു. അതുകൊണ്ട് നീയും ആ മാതൃക തുടരണം. എന്നിരു കണ്ണിൽ കൃഷ്ണമണി സമം മണ്ണിലും എന്നുടെ പിന്മുറയാണു നീ. ഇന്നിവിടങ്ങളിൽ നല്ല ധനാഢ്യ ഖദീജബിയാണ്. മഹദി ഇഷ്ടമതിച്ചതൽ വന്നൊരു ദൂത് വിളിച്ചു പോയി മോനെ. ഇതുവരെ മകൻ ചെയ്ത യവാണിതം നന്മയതെങ്കിലും അതിലുപരീതാം ഏവമറിയിച്ചു ഖദീജ വിളിച്ചു നീ പോയിവ കണ്ണേ. ആയത് ഏറ്റവും നൽഫലാം റഹ്മത്തിനെ കാണുക മോനെ. വന്യപിതാമഹരൊക്കെയും പണിക്കുകൾ മന്നതിലന്നൊരവസരം വന്നു നീ. മന്നവൻ ഹാക്കിനാൽ മുന്നിൽ തെളിഞ്ഞ മനോഹരമാർഗം തനിയെ മല്ലിക പൂന്തണ തേടി വരുന്നു നീ പോകുക മോനെ. മനസ്സിലുറച്ചു നടന്നവരുടനെ ഖദീജ തൻ വീട്ടിൽ നവനിധി തന്നെ വരവിനെ നോക്കി ഖദീജ ഇരുന്നീ. സമയം നാഗസ്വരൂപന മാനവ സുന്ദരൻ മെല്ലെ വരും. അബൂ ത്വാലിബിന്റെ ആജ്ഞപ്രകാരം ഖദീജയുടെ ഭവനത്തിലേക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു വരുന്നത് കണ്ടപ്പോൾ കുബേരയും കുലീനയുമായ ഖദീജ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് മർഹബ മർഹബ എന്ന് പറഞ്ഞ് ആദരിച്ചിരുത്തുകയായിരുന്നു. ആഭിമുഖമായിരുത്തി ബീവി സൽക്കരിത്തെ അഹ്ദവന്റെ തൽപരനോടു
ഖദീജ സമ്പന്നയായ കച്ചവടക്കാരിയാണ്. ആ മഹിളാമണിയുടെ ജീവിത രീതികളും പാതിവൃത്യവും താഹിറ അഥവാ പരിശുദ്ധ എന്ന ബഹുമാന സൂചകമായ പേരിൽ അറിയപ്പെട്ടിരുന്നു. അക്കാലത്ത് അറബി നാടിന്റെ വ്യാപാര വ്യാപ്തി പുരുഷലോകത്തെ മാത്രമല്ല ആകർഷിച്ചിരുന്നത്. സ്ത്രീകൾ ഒട്ടനവധി ഈ രംഗത്ത് കടന്നു വന്നിട്ടുണ്ട്. അബൂജഹലിന്റെ മാതാവ് ഒരു സുഗന്ധ വ്യാപാരിയായിരുന്നു. അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് എന്ന സ്ത്രീയും വ്യാപാരിയായിരുന്നു. വ്യാപാര രംഗത്ത് സ്ത്രീകളുടെ അഭിനിവേശം സർവ്വസാധാരണമായിരുന്നു. അങ്ങനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജയുടെ വ്യാപാര രംഗത്ത് കടന്നുവന്നു. കാരവൺ സംഘടിപ്പിച്ചു. മരുഭൂമിയിലെ കപ്പലുകൾ എന്ന് സാഹിത്യകാരന്മാർ വിശേഷിപ്പിക്കാറുള്ള ഒട്ടകക്കൂട്ടങ്ങളുമായി നിരവധി രത്നങ്ങളും വഹിച്ച് ഷാമിലേക്കായിരുന്നു കന്നിയാത്ര. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കച്ചവട യാത്രയെ അഭിനന്ദിക്കുവാനും ആശീർവദിക്കുവാനുമായി അബൂ ത്വാലിബും ചില പ്രമാണിമാരും മുതലുടമസ്ഥയായ ഖദീജ ബീവിയും അവിടെ സന്നിഹിതരായി. സമർത്ഥനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വം എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോഴും ആ കച്ചവട യാത്രയിൽ നബിയുടെ ബദ്ധശത്രുവായ അബൂജഹലും ഉണ്ടായിരുന്നു. നബി കച്ചവട സംഘത്തിന് നേതൃത്വം വഹിക്കുന്നത് അബൂജഹലിന് ഇഷ്ടമായിരുന്നില്ല. അങ്ങനെ പരസ്പരം തർക്കമുണ്ടായി. പക്ഷേ മറ്റുള്ള കച്ചവടക്കാരെല്ലാം അൽ അമീനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വം വേണമെന്ന് തന്നെ ശഠിച്ചു. അവർ നബിയെ ആദരവോടെ ആശീർവദിക്കുകയും ചെയ്തു. കാണുന്നൊരാവേശം കൊള്ളും ഞാനറിവുള്ളോരോ മാർഗത്തിൽ നാഥനെ കണ്ടാശംസിച്ചയക്കും നാണിച്ച പൂജഹലുമന്ന് നാഗദന്ധങ്ങൾ കൂട്ടിയേറുക്കും താനും മനസ്സിൽ കരുതും തഞ്ചത്തിൽ വഞ്ചിക്കാനാലോചിക്കും അങ്ങനെ സ്വാർത്ഥവാഹക സംഘം മരുഭൂമിയിലൂടെ മുന്നോട്ട് നീങ്ങി. കച്ചവടക്കാരെല്ലാം ഷാമിലെത്തിച്ചേർന്നു. കൊണ്ടുപോയ വിഭവങ്ങളെല്ലാം ഓരോരുത്തരും വിറ്റുതീർത്തു. പക്ഷേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കച്ചവട സാധനങ്ങൾ മാത്രം വിൽക്കാതിരിക്കുകയായിരുന്നു. അങ്ങനെയിരിക്കെ സർവരക്ഷിതാവിന്റെ അനുഗ്രഹമെന്ന് പറയട്ടെ, എവിടെ നിന്നോ ഒരു പറ്റം ആളുകൾ അവിടെ വന്നെത്തി. അവർ ആ രത്നങ്ങൾ മുഴുവനും വിലയ്ക്ക് വാങ്ങി. നബിക്ക് സന്തോഷമായി. വിചാരിച്ചതിലും വളരെയധികം വില നൽകിയാണ് അവർ കച്ചവടം നടത്തിയത്. അത് കണ്ടപ്പോൾ അബൂജഹലിന് അസൂയ ഇരട്ടിയായി. മക്കയിലെ ഏറ്റവും വലിയ കച്ചവടക്കാരനും സമ്പന്നനുമായ തന്നെ മുഹമ്മദ് പരാജയപ്പെടുത്തുന്നതിൽ അബൂജഹലിന് സഹിക്കാൻ കഴിയുന്നില്ല. ദുരാഗ്രഹിയായ അബൂജഹലിന് നബിയോടുള്ള പക വർദ്ധിച്ചു വരികയായിരുന്നു. റസൂലുള്ള ഏറ്റ ദൌത്യം പൂർത്തീകരിച്ചു. കൊണ്ടുപോയ വിലപ്പെട്ട രത്നങ്ങളെല്ലാം വിറ്റഴിച്ചു. ആ കച്ചവടത്തിൽ ഖദീജയ്ക്ക് വളരെയധികം ലാഭമാണ് ലഭിച്ചത്. കച്ചവടയാത്ര കഴിഞ്ഞതിന് ശേഷം ഖദീജയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുണ്ടായിരുന്ന വിശ്വസ്തതയും ആദരവും വർദ്ധിച്ചു വന്നു. റസൂലിന്റെ ഓരോ ചലനങ്ങളും സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരുന്നു. കച്ചവടത്തിന്റെ ലാഭവിഹിതത്തിൽ നല്ലൊരു ഭാഗം പാരിതോഷികമായി കൊടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്ദി പുരസ്സരം അത് സ്വീകരിക്കുകയും ചെയ്തു. ധനാഢ്യയും കുലീനയുമായ ഖദീജയെ വിവാഹം ചെയ്യുന്നതിന് അനവധി ഖുറൈശി പ്രമാണിമാർ തയ്യാറായിരുന്നു. പക്ഷേ ഖദീജ അതിലൊന്നും വഴങ്ങിയില്ല. എന്നാൽ തന്റെ വ്യാപാരത്തിൽ സഹായിക്കാൻ വന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭർത്താവായി സ്വീകരിക്കുന്നതിൽ ഖദീജയ്ക്ക് അതിയായ താൽപര്യമുണ്ടായിരുന്നു. ഖുവൈലിദിന്റെ പുത്രിയായ ഖദീജയുടെ മുൻകാല ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നുചെല്ലാം.
മക്കയിലെ തന്നെ ഉന്നത തറവാട്ടിൽ ജനിച്ച ഖദീജ വിവാഹിതയായെങ്കിലും അധികകാലം ഭർത്താവുമായി ജീവിക്കുവാൻ കഴിഞ്ഞില്ല. ഖദീജയുടെ ജീവിതചര്യ അന്നത്തെ സ്ത്രീലോകത്തെ സംബന്ധിച്ചിടത്തോളം സന്മാർഗനിഷ്ഠയിൽ മാതൃകയായിരുന്നു. യാതൊരുവിധ കളങ്കത്തിന്റെയും കറവുരളാത്ത ജീവിതമായിരുന്നു ഖദീജയ്ക്കുണ്ടായിരുന്നത്. ആ കാരണം കൊണ്ട് തന്നെ ആ സ്ത്രീരത്നം സ്ത്രീ സമൂഹത്തിൽ മികച്ചു നിന്നിരുന്നു. മൺമറഞ്ഞ മുൻ ഭർത്താക്കന്മാരിൽ 2 കുട്ടികൾ ഖദീജയ്ക്കുണ്ടായിരുന്നു. അളവറ്റ സമ്പത്തിന്റെ അധിപയായ ഖദീജയുടെ സമ്പത്തിൽ കണ്ണുവെച്ചുകൊണ്ടായിരുന്നു പലരും വിവാഹാഭ്യർത്ഥനയുമായി ഖദീജയെ സമീപിച്ചത്. ഖദീജ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവരുടെ അഭ്യർത്ഥനകൾ തിരസ്കരിച്ചത്. ഈ ആധുനിക ലോകത്ത് ഇന്ന് നമ്മുടെ ഇടയിൽ അങ്ങനെയാണോ? ഭർത്താവ് മരണപ്പെട്ടാൽ 1 മാസം പോലും കഴിയേണ്ട യുവതികളാണെങ്കിൽ മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കും. അതുപോലെ യുവാക്കളും ഇണയെ തേടിയെന്നിരിക്കും. എന്നാൽ ഖദീജയുടെ ജീവിതം അതായിരുന്നില്ല. സർവ്വലോക രക്ഷിതാവിന്റെ അനുഗ്രഹം ആ സ്ത്രീയിൽ വർഷിച്ചുകൊണ്ടിരുന്നു. സർവ്വലോകത്തിനും പ്രവാചകനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യാപദം അലങ്കരിക്കാൻ അള്ളാഹു നിശ്ചയിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാകാം പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജയെ വിവാഹം ചെയ്യാൻ സമ്മതം നൽകിയത്. മണ്ഡലം സകലേതും സദാ സ്തോത്രം മുരുവീടും മഹമൂദ റസൂലുള്ള ഒരുങ്ങിയന്നേ. മണ്ഡലം സകലതും സദാ സ്തോത്രം മുരുവീടും മഹമൂദ റസൂലുള്ള ഒരുങ്ങിയന്നേ. പെണ്ടികൾ ആണൈ പേരും നെടുനാളും പുകഴ്ത്തുന്ന പേദയാം ഖദീജ ബി മഹദിയുമായി. പെണ്ടികൾ ആനൈ പേരും നെടുനാളും പുകഴ്ത്തുന്ന പേദയാം ഖദീജ ബി മഹദിയുമായി. പണ്ഡിത പുരോഹിതർ ഇരുന്നേ പ്രസംഗം ചെയ്ത് പരിശുദ്ധ വിവാഹത്തെ കുറിച്ചാകുന്നേ. പണ്ഡിത പുരോഹിതർ ഇരുന്നു പ്രസംഗം ചെയ്തു പരിശുദ്ധ വിവാഹത്തെ കുറിച്ചാകുന്നേ. മുണ്ടക മാലർ കണ്ട സ്വദിച്ചെന്നോണം എല്ലാരും മുർസലില്ലാരശരെ അവരെ കാണുന്നേ. മുണ്ടക മാലർ കണ്ട സ്വദിച്ചെന്നോണം എല്ലാരും മുർസലിൻ നരശരെ അവർ കാണുന്നേ. മണ്ഡലം സകലതും സദാ സ്തോത്രം മുരുവീടും മഹമൂദ റസൂലുള്ള ഒരുങ്ങിയന്നേ. അങ്ങനെ ഖദീജയ്ക്ക് വേണ്ടി വിവാഹാഭ്യർത്ഥനയുമായി നുസൈഫ എന്ന സ്ത്രീയെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹനായ ഹംസയുടെ അടുക്കലേക്ക് അയച്ചു. അദ്ദേഹം അബൂ ത്വാലിബുമായി ആലോചിച്ച ശേഷം നബിയെ വിവരം ധരിപ്പിച്ചു. പിതാമഹന്മാരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജയെ വിവാഹം ചെയ്യാൻ സമ്മതം നൽകി. ഈ സംഭവം ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത കാസറ്റിലൂടെ ഖദീജയുടെ വിവാഹം, ദാമ്പത്യ ജീവിതം, ഹീറ ഗുഹയിലെ ഉപവാസം, നബിത്വം, മതപ്രബോധനം, ഖുർആൻ അവതരണം തുടങ്ങിയ സംഭവബഹുലമായ കഥ നിങ്ങൾക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും.